പുതിയ പുതിയ ചോദ്യങ്ങളാണ് PSC ഓരോ പരീക്ഷയിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. സ്ഥിരമായി വരുന്ന ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരം എഴുതും. പക്ഷെ പുതിയതായി PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തി എഴുതുന്ന ആൾക്കാർക്കാണ് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിക്കുക. ഗാന്ധി ജയന്തിയായ ഇന്ന് നമ്മൾ ഗാന്ധിജി എന്ന് പറഞ്ഞ ആ മഹാത്മാവിനെ സംബന്ധിച്ച് PSC അടുത്ത കാലത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ, ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എഗെയിൻ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ബിക്കോസ് ഇന്ന് ഞാൻ യൂട്യൂബിലും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ഒക്കെ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് അറിയാവുന്ന റാങ്ക് മേക്കിംഗ് ഫാക്ടറുകൾ ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ധാരാളം കണ്ടന്റുകൾ സ്റ്റുഡൻസ് കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം സംഗ്രഹിച്ച് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അധ്യാപകർക്ക് അതൊരു മുന്നറിയിപ്പാണ്. കാര്യം ഞങ്ങൾ പഠിപ്പിക്കുന്ന അത്രയും എന്താ പറയാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അടിപൊളി കുട്ടികളെയാണ്. അപ്പൊ ഞങ്ങളും അതിനേക്കാൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പും കൂടെയായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. പക്ഷെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ യൂട്യൂബിലാണെങ്കിലും ടെലിഗ്രാമിലാണെങ്കിലും അഫോർഡബിൾ കോഴ്സസിലാണെങ്കിലും നിങ്ങളിലേക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ PSCയുടെ പൾസ് അറിഞ്ഞ് ഓരോ ട്രെൻഡും മാറുമ്പോൾ അതനുസരിച്ചുള്ള പഠനത്തിന് ഞങ്ങളുടെ ഈ കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ തരുന്ന നോട്ട്സിൽ കുറെ കണ്ടന്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും സൗജന്യമായി തന്നെ ഡൗൺലോഡ് ചെയ്യാം. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കും. ടെലിഗ്രാം ഫാമിലിയിൽ ഡെയിലി രാവിലെ തരുന്ന മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ എല്ലാവരെയും ഒരാവർത്തി കൂടി ക്ഷണിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗാന്ധിജിയാണ് അല്ലെ. ഗാന്ധിജി അടുത്ത കാലത്ത് മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് അദ്ദേഹത്തെ സ്വാധീനിച്ച പുസ്തകങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങൾ എന്നുള്ള ലെവലിലാണ്. അപ്പൊ അടുത്ത കാലത്ത് PSC ചോദിച്ചൊരു ചോദ്യമാണ് സിവിൽ ഡിസോബീഡിയൻസ് അല്ലെ, അല്ലെങ്കിൽ സിവിൽ നിയമ ലംഘനം. ഈ ഒരു ആശയം ഗാന്ധിജിക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ള ചോദ്യമുണ്ട്. അത് എവിടെ നിന്നാണ് ലഭിച്ചത്? ഹെൻറി തോറോ, അതായത് മോഡേൺ വെസ്റ്റേൺ തിങ്കിങ് അല്ലെങ്കിൽ പാശ്ചാത്യ തത്വചിന്തയുടെ വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സിവിൽ ഡിസോബീഡിയൻസ് എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്. ഈ എസ്സേ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലുള്ള സമയത്ത് വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഗാന്ധിജിക്ക് സിവിൽ ഡിസോബീഡിയൻസ് എന്നുള്ള ഒരു ആശയം കിട്ടുന്നത്. കാര്യം ബ്രിട്ടീഷുകാരുടെ അടുത്ത് മസിൽ പവർ ഉപയോഗിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ബൗദ്ധികമായി അല്ലെങ്കിൽ സഹനശക്തി ഉപയോഗിച്ച് പൊരുതുന്നതാണെന്നുള്ള തിരിച്ചറിവ് ഗാന്ധിജിക്ക് വരുന്ന ഇവിടുന്നാണ്. സിവിൽ ഡിസോബീഡിയൻസ് ഹെൻറി തോറോയുടെ ബുക്കാണ്. ഇവിടെ PSC ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടല്ലേ, ഗാന്ധിജി ഏത് പുസ്തകത്തിനെയാണ് എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്, സ്വന്തം മാതാവിനോട് ഉപമിച്ചത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലേ. അല്ലെങ്കിൽ ഈ പുസ്തകം എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണെന്ന് ഗാന്ധിജി ഏത് പുസ്തകത്തെ പറ്റിയാ പറഞ്ഞത്? നമുക്കറിയാം അത് ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞ ഭഗവത്ഗീത. കാര്യം ഗാന്ധിജിയുടെ അമ്മ അദ്ദേഹത്തെ വിട്ടുപോയ സമയത്ത് ഗാന്ധിജി അഭയം പ്രാപിച്ച ഭഗവത്ഗീതയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ എറ്റേണൽ മദർ എന്നൊക്കെയാണ് ഗാന്ധിജി ഭഗവത്ഗീതയെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഗാന്ധിജി ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവത്ഗീതയല്ല, അത് ജോൺ റസ്കിന്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. PSCയിൽ നമുക്ക് ഇപ്പൊ ആഴത്തിലുള്ള പഠനമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. ഓക്കെ, ഗാന്ധിജി പറഞ്ഞൊരു കാര്യം എന്താണ്? ഭഗവത്ഗീത എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണെന്ന് തന്നെയാണ്. അദ്ദേഹം അത്രത്തോളം ആ പുസ്തകത്തെ റെസ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ ലക്ഷ്യം കാണാൻ എന്ത് മാർഗവും പ്രയോഗിക്കാം എന്നുള്ള ഗീതാവചനത്തിന് ഗാന്ധിജി എതിരായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഗാന്ധിജി എന്ന് പറയുന്ന ഫിഗറിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത്രയും വിശാലമായ ക്യാൻവാസിനെ നോക്കിക്കാണും. പലരും പറഞ്ഞത് ഗാന്ധിജി രാമരാജ്യം വേണമെന്ന് പറഞ്ഞു. ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന് വെച്ചാൽ ഹിന്ദു രാഷ്ട്രമല്ല. ബിക്കോസ് ഗാന്ധിജി ഒരു മതത്തിന് അതീതമായ ഒരു വ്യക്തിത്വമാണ്. ഉദാഹരണത്തിന് ഗാന്ധിജി കൃഷ്ണൻ, ഇപ്പം ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയ ഡെയിറ്റീസ് ഒന്നാണ് കൃഷ്ണൻ. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നത് എന്താ? ലക്ഷ്യം കാണാൻ വേണ്ടി ഏത് മാർഗം ഉപയോഗിക്കാം. പക്ഷെ ഗാന്ധിജി അതിനെ പരസ്യമായി എതിർത്ത വ്യക്തിയാണ്. അതായത് ഭഗവത്ഗീത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നിനെ ഗാന്ധിജി എതിർക്കുന്നുണ്ട് പരസ്യമായി. കാര്യം ഗാന്ധിജി ഫോളോ ചെയ്യുന്നത് ഇമാനുവൽ കാന്റ് എന്ന് പറയുന്ന വെസ്റ്റേൺ പാശ്ചാത്യ തത്വചിന്തകന്റെ ഒരു ഫിലോസഫി ആയിരുന്നു. അതിൽ പറയുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ സംശുദ്ധമായ മാർഗം തന്നെ ഉപയോഗിക്കണം, അല്ലാതെ ഏത് മാർഗവും കാണിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ശരിയല്ല. എൻഡ്സ് വേഴ്സസ് വെയ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് ഉണ്ട്, നമുക്ക് അതിലേക്ക് പോകണ്ട. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുക. ഗാന്ധിജിക്ക് ഭഗവത്ഗീത അമ്മയെ പോലെ ആയിരുന്നെങ്കിലും അദ്ദേഹം അതിൽ തള്ളേണ്ടതിനെ തള്ളുകയും ഉൾക്കൊള്ളേണ്ടതിനെ മാത്രം ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമല്ല. ഇപ്പൊ ഹിന്ദുസ്ഥാൻ എന്ന് വെച്ചാൽ ഹിന്ദു രാജ്യം എന്നാണ് അർത്ഥം അല്ലല്ലോ. അങ്ങനെ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര എന്നുള്ള പാട്ട് എഴുതിയത് ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പൊ നിങ്ങൾ ഗാന്ധിയൻ ഫിലോസഫീസിനെ ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് തന്നെ നോക്കിക്കാണുക. രാമരാജ്യം ഗാന്ധിജിയുടെ കോണ്ടെക്സ്റ്റിലെ രാമരാജ്യം, അദ്ദേഹത്തിന്റെ കോണ്ടെക്സ്റ്റിലെ ഹിന്ദുസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യുലർ മതനിരപേക്ഷ രാഷ്ട്രമാണ്.
അവിടെ എല്ലാ മതത്തിനും തുല്യ ശക്തിയാണുള്ളത്. ആ രാഷ്ട്രത്തിൽ ഒരു ഔദ്യോഗിക മതമോ ഔദ്യോഗിക ദൈവമോ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. കാരണം ഇപ്പോഴത്തെ PSC നമ്മൾ വെറുതെ കാണാതെ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, പശ്ചാത്തലം മനസ്സിലാക്കി തന്നെ പഠിക്കാം. നമുക്ക് ഇനി മുന്നോട്ട് പോവാം. ടോൾസ്റ്റോയ് ടോൾസ്റ്റോയ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ബിക്കോസ് ഗാന്ധിജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ മതങ്ങളെയും പഠിച്ച് അതിന്റെ എല്ലാ നല്ല വശങ്ങളെയും സ്വാംശീകരിച്ച വ്യക്തിയാണ്. ഇപ്പൊ ടോൾസ്റ്റോയുടെ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് എന്നത് ഈ പുസ്തകത്തില് ജീസസ് ക്രൈസ്റ്റിന്റെ സഹനശക്തിയെ പറ്റി ഘോരഘോരം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഗാന്ധിജി സത്യാഗ്രഹം അല്ലെങ്കിൽ പാസീവ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ആശയങ്ങളുടെ ഒരു എലമെന്റ്സ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി ജീസസ് ക്രൈസ്റ്റിനെ എന്ത് വിളിച്ചത്? പ്രിൻസ് ഓഫ് പാട്രിയോട്സ്, അല്ല സത്യാഗ്രഹി, സത്യാഗ്രഹികൾക്കിടയിലെ രാജകുമാരൻ എന്ന് ജീസസ് ക്രൈസ്റ്റിനെ വിളിച്ചത് ഗാന്ധിജിയാണ്. അപ്പൊ അതൊക്കെ ഈ ഒരു പുസ്തകത്തിന്റെ ബേസിസിലാണ്. എത്ര പ്രാവശ്യം ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇതൊക്കെ PSC ചോദ്യങ്ങളാണ്. ടോൾസ്റ്റോയുടെ ഏത് പുസ്തകമാണ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്തത്? കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ഇത് റഷ്യൻ ഭാഷയിൽ ഇറങ്ങിയ പുസ്തകമാണ്. പക്ഷെ റഷ്യയിൽ നിരോധിച്ചത് കൊണ്ട് ജർമ്മൻ ഭാഷയിലാണ് പിന്നെ ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഗാന്ധിജിന്റെ ഇംഗ്ലീഷ് തർജ്ജമ വായിക്കുകയായിരുന്നു. അപ്പൊ അത്രയും നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് കോണ്ടെക്സ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പക്ഷേ നമ്മളിപ്പോ UPSC-യിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പരീക്ഷകളാണെങ്കിലും ഏറ്റവും അധികം ചോദിച്ചു കണ്ടിട്ടുള്ള പുസ്തകം ജോൺ റസ്കിന്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഗാന്ധിജി ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകം ഇതാണ്. ഭഗവത്ഗീതയല്ല, മഹാഭാരതമല്ല, ബൈബിൾ അല്ല, ഖുറാനുമല്ല, സെന്റവസ്ഥയുമല്ല, തൃപ്താകാശമല്ല, ജോൺ റസ്കിന്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിലാണ് ജോൺ റസ്കിന്റെ ആശയം പറയുന്നത്. എന്താണ് ആശയം? സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ളവനെ പോലും ഉയർത്തി കൈപിടിച്ച് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തിയുടെ ലക്ഷ്യം എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഈ പുസ്തകത്തിനകത്താണ്. അതാണ് ഗാന്ധിജിയുടെ അന്ത്യോദയ 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 അല്ലെ? അവസാനം ഉള്ള ആളെ പോലും നമ്മൾ ഉദിച്ച്, അതായത് കൈ പിടിച്ച് ഉയർത്തുക എന്നുള്ള മീനിങ് ആണ്. അതൊക്കെ ജോൺ റസ്കിൻ അൺ ടു ദ ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ PSC ചോദിച്ച പദം വന്നിരിക്കുകയാണ്. ഇനി PSC ചോദിക്കാൻ പോകുന്ന പുസ്തകങ്ങൾ രണ്ടാണ്. ഒന്ന് അപ്പോളജി. ഇംഗ്ലീഷിൽ അപ്പോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമ എന്നാണ് അർത്ഥം. സോക്രട്ടീസിന്റെ അപ്പോളജി എന്നാണ് ഈ പുസ്തകം, സോക്രട്ടീസ് അപ്പോളജി. പക്ഷേ ലാറ്റിൻ ഭാഷയിൽ അപ്പോളജി എന്ന് വെച്ചാൽ ഡിഫൻസ് എന്നുള്ള മീനിങ്. അതായത് സോക്രട്ടീസ് ആധുനിക വെസ്റ്റേൺ മോഡേൺ ഫിലോസഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെയാണ്. ഇന്ന് ലിബറലിസം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല ആധുനിക തത്വചിന്തയുടെയും ആദ്യകാല വക്താക്കളിൽ ഒരാളാണ് സോക്രട്ടീസ്. അന്ന് അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ ആൾക്കാർ ക്രൂശിച്ചു. ഇപ്പൊ നമ്മൾ എലിമിനേഷൻ ടെക്നിക്സിനൊക്കെ പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കറക്കി കുത്താം, പുതിയ PSC പാറ്റേണിൽ പഠിക്കാം, പഴയ PSC പാറ്റേണിന്റെ കാലം കഴിഞ്ഞ് പുതിയ പാറ്റേൺ UPSC നിലവാരത്തിൽ പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷെ 10 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ കാര്യം മനസ്സിലാവും. ഇപ്പൊ ഓൾറെഡി മനസ്സിലായി തുടങ്ങി. അപ്പൊ അതുപോലെ സോക്രട്ടീസ് പണ്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഏഥൻസിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി വിചാരണ ചെയ്ത് കൊല്ലുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഡിഫൻസ് ഉണ്ട്. വിചാരണ വേളയിൽ നമ്മൾ നമ്മുടെ ഭാഗം അവതരിപ്പിക്കില്ലേ, ആ ഡിഫൻസ്, അതാണ് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. ഈ പുസ്തകത്തിൽ നിന്ന് ഗാന്ധിജിക്ക് കുറെ ആശയങ്ങൾ കിട്ടിയിട്ടുണ്ട്. നോൺ വയലൻസ് അല്ലെങ്കിൽ പാസീവ് റെസിസ്റ്റൻസ്, ടോളറൻസ്, സഹനം, ഇതിനെയൊക്കെ പറ്റി ഗാന്ധിജി പഠിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്നാണ്. പക്ഷെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ഈ പുസ്തകം എഴുതിയത് ആരാന്നറിയോ? സോക്രട്ടീസിന്റെ ശിഷ്യനായ പ്ലേറ്റോയാണ്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോളജി, സോക്രട്ടീസ് അപ്പോളജി, അത് സോക്രട്ടീസ് അല്ല എഴുതുക, അല്ല പ്ലേറ്റോയാണ് അത് എഴുതുന്നത്. പ്ലേറ്റോ. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അലക്സാണ്ടർ, ആ ഒരു ഗുരു ശിഷ്യ പരമ്പരയുടെ പോക്ക് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഈ പുസ്തകം നോക്കി വെച്ച് നമുക്ക് ഇനി ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു മഹത് വ്യക്തിയാണ് റാൽഫ് വാൽഡോ എമേഴ്സൺ. ഇപ്പൊ ഗാന്ധിജി ആത്മശക്തി അല്ലെങ്കിൽ നമ്മൾ ചർക്കയിൽ സ്വയം നൂല് നൂത്ത് വസ്ത്രം തുന്നുക, നമ്മൾ സെൽഫ് റിലയൻസ്, നമ്മൾ ഒരു കാര്യത്തിന് ആരെയും തേടി പോകണം, നമുക്ക് ആവശ്യം നമ്മൾ തന്നെ സൃഷ്ടിക്കണം. സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ധാർമ്മികത, ഇതൊക്കെ ഗാന്ധിജി അല്ലെങ്കിൽ ഈ ഗ്രാമ കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയുടെ ഇമ്പോർട്ടൻസ് ഗാന്ധിജി പഠിക്കുന്നത് റാൽഫ് വാൽഡോ എമേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ടീച്ചിങ്സിൽ നിന്നാണ്. അപ്പൊ ഇത്രയും ആൾക്കാരെ ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ പോകുന്ന സെക്ഷനാണ്. ഈ വീഡിയോ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തി കാണണം കേട്ടോ. കുറെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് ഇനി പോകാനുള്ളത് കുറച്ച് അഡീഷണൽ ഫാക്ടിലേക്കാണ്. അതായത് സ്ഥിരം കുട്ടികൾക്ക് തിരിഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്.
അതായത് ഗാന്ധിജി എന്തിനെയാണ് പിൻ തീയതിയിട്ട ചെക്ക് എന്ന് വിളിച്ചത്? അത് ക്രിപ്സ് മിഷനെയാണ്, ക്രിപ്സ് മിഷനെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. PSC ഇത് തിരിച്ചു മറിച്ചെന്ന് ചോദിച്ചാൽ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അതായത് പണ്ട് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് നമ്മൾ ഘോരഘോരം പ്രസംഗിച്ച് നടന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഒരു ഓഗസ്റ്റ് ഓഫർ എന്നിട്ട് ഓഫർ നമുക്ക് തരുന്നുണ്ട്. അതിനെപ്പറ്റി വിശാലം പിന്നെ സംസാരിക്കാം. ആ ഓഫറിനകത്ത് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരത്തില്ല, പക്ഷെ ബ്രിട്ടന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് കുറച്ച് കാര്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതായത് ബ്രിട്ടന്റെ അണ്ടറിലാണ്, പക്ഷെ കുറച്ച് സ്വയംഭരണം കിട്ടും. നമുക്ക് കംപ്ലീറ്റ് പൂർണ്ണ സ്വരാജ്, പൂർണ്ണ ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണത്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് തന്ന ഡൊമീനിയൻ സ്റ്റാറ്റസിനെ നെഹ്റു വിളിക്കുന്ന ഒരു വാക്കുണ്ട്, ഡെഡ് ആസ് എ ഡോർ നെയിൽ. ഒരു കഥയിൽ നമ്മൾ ഒരു ആണി അടിച്ചു വെച്ച് കഴിഞ്ഞാലേ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അത് ഇറ്റ്സ് ഡെഡ്, അത് മരിച്ചതാണ്, അതിന് ഒരു നിർജീവമായിട്ടുള്ള ഒന്നാണ് അല്ലെ. അത്തരം നിർജീവമായിട്ടുള്ള ഒന്നാണ് ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് നെഹ്റു പറയുന്നത് ഓഗസ്റ്റ് ഓഫറിന്റെ കോണ്ടെക്സ്റ്റിലാണ്. ആ സമയത്ത് അതേ ഡൊമീനിയൻ സ്റ്റാറ്റസിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചെങ്ങനെയാണെന്ന് അറിയോ? വെരി ഇമ്പോർട്ടൻറ്റ്, ഇനി നമുക്ക് വരാൻ പോകുന്നതാണ്. നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം ചോദിച്ചപ്പോൾ ബ്രിട്ടീഷുകാരെ ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാന്ന് പറഞ്ഞു. ഇതൊരു മാതിരി പരിപാടിയായിപ്പോയി. ഇത് ഇന്ത്യക്കും ബ്രിട്ടനും ഇടയ്ക്കുള്ള വിടവ് കൂട്ടി. ഇറ്റ് വൈഡൻ ദ ഗൾഫ് ബിറ്റ്വീൻ നാഷണലിസ്റ്റ് ആൻഡ് ബ്രിട്ടീഷ്. ഇതാണ് ഗാന്ധിജി ഈ കോണ്ടെക്സ്റ്റിൽ ഡൊമീനിയൻ സ്റ്റാറ്റസിനെ പറ്റി പറഞ്ഞത്. സോ ഡൊമീനിയൻ സ്റ്റാറ്റസിനെ പറ്റി ഓഗസ്റ്റ് ഓഫറിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു പറഞ്ഞത് എന്ത്? ഡെഡ് ആസ് ഡോർ നെയിൽ. ഗാന്ധിജി പറഞ്ഞത് എന്ത്? ഇന്ത്യക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിലുള്ള വിടവ് അത് കൂട്ടി എന്നുള്ളത്. പക്ഷെ ഇതേ ഡൊമീനിയൻ സ്റ്റാറ്റസ് തന്നെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ ക്രിപ്സ് മിഷൻ ആണല്ലോ നമുക്ക് കൊണ്ടുതരുന്നത്. ക്രിപ്സ് മിഷൻ, ആ ക്രിപ്സ് മിഷന്റെ ഡൊമീനിയൻ സ്റ്റാറ്റസിന് എതിരായിട്ടാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, അല്ലെങ്കിൽ പിൻതീയതിയിട്ട ചെക്ക് എന്ന് തന്നെ വിളിച്ചത്. അപ്പൊ ഡൊമീനിയൻ സ്റ്റാറ്റസ്, പുത്രിക രാജ പദവി എന്നൊക്കെയുള്ള രീതിയിൽ പല ഇതിലും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഡൊമീനിയൻ സ്റ്റാറ്റസ് തന്നെ പഠിക്കാം. ഡൊമീനിയൻ സ്റ്റാറ്റസിനെ പറ്റി ഗാന്ധിജി രണ്ട് അവസരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എവിടെ? ഓഗസ്റ്റ് ഓഫറിന്റെ പശ്ചാത്തലത്തിൽ. രണ്ട് എന്ന് പറയുന്നത് എവിടെ? ക്രിപ്സ് മിഷന്റെ പശ്ചാത്തലത്തിൽ. രണ്ട് സ്ഥലത്തും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഈ ക്രിപ്സ് മിഷനും 8 നില പൊട്ടുമ്പോഴാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്. പല പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യമാണ്, ഏത് മൂവ്മെന്റിന്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് നയിക്കുന്നത്? അത് ഇതിനകത്താണ്. കുറച്ച് നമ്മൾ ആഴത്തിലിറങ്ങി പഠിക്കുകയാണ്. കാര്യം ഈ ലെവലിൽ പഠിച്ചെങ്കിൽ മാത്രമാണ് ഇനിയുള്ള PSC നമുക്കൊരു എക്സ്ട്രാ എഡ്ജ് കിട്ടുക. UPSC നിലവാരത്തിൽ ഇത്തരത്തിൽ പഠിക്കണം. ഫാക്ട് കുറച്ച് കൂടുതലാണ്. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 10th പ്രിലിംസ് മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചസിനും ഇതേ പാറ്റേണിലും ക്ലാസ് എടുക്കുക. UPSC-യിലെ PSC-യിലെ ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നിങ്ങൾ ക്ലാസ് എടുത്ത് തരും. ഏറ്റവും ആഴത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നൽകിയ മനസ്സിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പതിപ്പിക്കാനുള്ള ശ്രമമാണ് ആ ബാച്ച് നടത്തുന്നത്. ഓക്കെ, ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കമന്റ് സെക്ഷനുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഈ സെക്ഷനാണ് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തന്നത്. അതായത് നമ്മൾ കുറേ സ്റ്റുഡൻസ് ടെലിഗ്രാമിലും യൂട്യൂബിലുമായി ധാരാളം കണ്ടന്റുകൾ, അതായത് ഗാന്ധിജി സംബന്ധിക്കുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യത്തിന്റെ കണ്ടന്റുകൾ തന്നിരുന്നു. പലതും ഞാനും പുതുതായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങൾക്കൊരു തിരിച്ചറിവാണ്. ഞങ്ങൾ ഇനിയും കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കുന്ന ഒരു തിരിച്ചറിവാണ് ഞങ്ങൾക്ക് തരുന്നത്. കാര്യം ഏറ്റവും അപ്ഡേറ്റഡ് ക്ലാസ് തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുട്ടികളെ തരും, നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ കണ്ടന്റ് വല്ലതും ഉണ്ടെങ്കിൽ തരൂ, ഞങ്ങൾ അതും പഠിപ്പിക്കാന്ന് പറയും. കാര്യം എല്ലാം അറിയാം എന്നുള്ള രീതി ഇരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മളും ഓരോ ദിവസം ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ തന്ന ഈ ഒരു കണ്ടന്റിൽ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. യൂട്യൂബിലും ടെലിഗ്രാമിലും ഉള്ള അത്തരത്തിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കണ്ടന്റുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്ത് തരികയാണ്. ഇതിൽ ചില കണ്ടന്റ് ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് സോറി ചോദിക്കുന്നു. ഞാൻ സ്ക്രീൻഷോട്ട്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഒരുപക്ഷെ 1-2 കാര്യങ്ങൾ മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതായത് ഇത് പണ്ട് നമുക്ക് UPSC-യിൽ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിന് വന്നൊരു ചോദ്യമായിരുന്നു. ജനറൽ ഡയർ, അതായത് ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ കൂട്ടക്കൊല നടത്തിയ ജനറൽ ഡയർ, ഇദ്ദേഹത്തിനോട് ഗാന്ധിജി ക്ഷമിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ത്? UPSC-യിൽ ഒരു പേപ്പർ ഉണ്ട്, എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയും. അപ്പൊ അതിനകത്ത് ഇത്തരത്തിലുള്ള കേസ് സ്റ്റഡീസ് വരും. അപ്പൊ അതിന്റെ ഒരു മാതൃകാ ചോദ്യം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്നത് വർക്ക്ഔട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് നമുക്ക് PSC-യിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ജനറൽ ഡയർ ജാലിയൻ വാലാബാഗ് നടത്തുന്നു. ആ സമയത്ത് ഗാന്ധി അദ്ദേഹം ശരിക്കും വിമർശിക്കുന്നുണ്ട്. പക്ഷെ ഒരു 10-20 വർഷത്തിന് ശേഷം അദ്ദേഹം ഈ പറഞ്ഞ സ്ട്രോക്ക് എന്തോ ബാധിച്ച് പാരലൈസ്ഡ് ആയി കിടക്കുകയാണ്, അനങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ കിടക്കുകയാണ്. അപ്പൊ ഗാന്ധിജിക്ക് ഒരു കത്ത് കിട്ടുന്നുണ്ട്.
ജനറൽ ഡയർ ഇന്ത്യക്കാരോട് കാണിച്ച ക്രൂരതയുടെ ഫലമാണ് ജനറൽ ഡയർ എന്ന് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഗാന്ധിജി അതിനെ എതിർക്കുന്നുണ്ട്. അപ്പൊ ഗാന്ധിജി തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഡിസബിലിറ്റി അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നം അയാളുടെ കർമ്മഫലമാണെന്നൊക്കെ പറയുന്നത് ശരിയാണോ? കാര്യം ഗാന്ധിജിക്ക് ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഇപ്പൊ എനിക്ക് ചില ശാരീരിക അസ്വസ്ഥതയുണ്ട്, അതിന് കാരണം ഞാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഡയർ അല്ല വില്ലൻ. ജനറൽ ഡയറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് യഥാർത്ഥ വില്ലൻ. ആ വില്ലന്റെ കയ്യിൽ വെറും ഉപകരണം മാത്രമാണ് ജനറൽ ഡയർ. അപ്പൊ അതുകൊണ്ടാണ് ഗാന്ധിജി ജനറൽ ഡയർ അത് ക്ഷമിക്കുന്നത്. അതാണ് ഇതിന്റെ റീസൺ. ഇറ്റ് വുഡ് ബി എ സിൻ ടു മീ ടു സെർവ് ജനറൽ ഡയർ ആൻഡ് കോഓപ്പറേറ്റ് വിത്ത് ഹിം ടു ഷൂട്ട് ഇന്നസെന്റ് മെൻ, ബട്ട് ഇറ്റ് വിൽ ബി എൻ എക്സസൈസ് ഓഫ് ഫോർഗീവ്നെസ് ഓർ ലവ് ഫ്രം മീ ടു നഴ്സ് ഹിം ബാക്ക് ടു ലൈഫ്. അതായത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്നെ കൊണ്ട് ഞാൻ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഫിസിക്കൽ മാലഡി അത് വളരെ ബ്രൂട്ടൽ ആണെന്നാണ് ഗാന്ധിജിയോട് പറയുന്നത്. അപ്പൊ ഗാന്ധിജി ജനറൽ ഡയറോട് ക്ഷമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വരാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തിയ ജനറൽ ഡയറിനോട് ഗാന്ധിജി ക്ഷമിക്കുന്നുണ്ട്. അത് ഫാക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. അതിനെ ഒറ്റപ്പെടുത്തി വായിക്കുമ്പോൾ നമുക്ക് ഗാന്ധിജിയുടെ ദേഷ്യം തോന്നും. അതാണ് പശ്ചാത്തലം അറിഞ്ഞ് പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം. അതാ ഗാന്ധിജിയുടെ ഇതിന്റെ പശ്ചാത്തലം എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജിയെ പല ആൾക്കാരും ബ്രിട്ടീഷ് ചാരൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അതൊക്കെ തെറ്റാണെന്ന് നമ്മൾ വീഡിയോയിൽ പലതിലും പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലെ. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് കണ്ട രണ്ട് സിനിമകൾ ഏതൊക്കെയാന്നുള്ള ചോദ്യമുണ്ട്. അത് ഒന്ന് മിഷൻ ടു മോസ്കോ എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയും മറ്റൊന്ന് രാമരാജ്യം എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയാണ്. പല അക്കൗണ്ട്സിലും ചിലതിൽ പറയുന്നത് ഗാന്ധിജിക്ക് ഈ സിനിമകൾ ഇഷ്ടപ്പെട്ടു എന്ന്, ചിലതിൽ പറയുന്നത് ഗാന്ധിജിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. എന്നാൽ PSC ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കില്ല. നറേഷൻസ് ഡിഫറെന്റ് ആണ്. പക്ഷെ ഈ രണ്ട് സിനിമകളാണ് അദ്ദേഹം ജീവിതകാലത്തിൽ മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ആലോചിക്കാം. മിഷൻ ടു മോസ്കോ, രാമരാജ്, ഈ രണ്ട് സിനിമയും നിങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാം. പിന്നെ അടുത്ത കാലത്ത് PSC വെച്ച മറ്റൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് ഗാന്ധിജി ഈ ചോദ്യം ഷെയർ ചെയ്ത SC ആൻഡ് അഫ്സൽ ബിൻ അലി രണ്ടുപേർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത കാലത്ത് PSC വെക്കുന്ന മറ്റൊരു ചോദ്യം എന്താ, ഗാന്ധിജി പാല് കുടിച്ചിരുന്നു അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹം കപ്പലിൽ പോയപ്പോൾ കപ്പലിൽ അദ്ദേഹം കൊണ്ടുപോയ ആടിന്റെ പേര് എന്തെന്നുള്ള ചോദ്യമുണ്ട്. നിർമ്മല അതാണ് ആടിന്റെ പേര്. സോ ബിജേഷും നീതുവും അത് കൃത്യമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പത്രത്തിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഗാന്ധിജിക്ക് മലയാളിയായ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. മലയാളി ഒരു സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേരെന്താ ആര്യ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ, പരശുരാം. ഓക്കെ. അപ്പൊ 12 വർഷത്തോളം ഗാന്ധിയുടെ സ്റ്റെനോഗ്രാഫറും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് സേവനമനുഷ്ഠിച്ച മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഉത്തരം. ഞാനിത് പോളിനകത്ത് ഇടാൻ വെച്ചിരുന്നതാണ്. പത്രത്തിനകത്ത് കൃത്യമായി ഇതിനെപ്പറ്റി വാർത്ത ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോവാം. ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്നുള്ള ചോദ്യമുണ്ട്. കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം എന്താണ്? രാമരാജ്യം സൃഷ്ടിക്കണം. രാമരാജ്യം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയും. രാമന്റെ രാജ്യമല്ല രാമരാജ്യം, ഒരു ധർമ്മരാജ്യം എന്നുള്ള കോണ്ടെക്സ്റ്റ് ആണ്. അവിടെ എല്ലാ മതത്തിലുള്ള ആൾക്കാർക്ക് ഒരേ ഇമ്പോർട്ടൻസ് ആണ്. ഒരു ഔദ്യോഗിക മതത്തിന് അവിടെ പ്രസക്തി ഇല്ല. ഈ പറഞ്ഞ പോലെ ടോളറൻസ് ആണ് അതിന്റെ അൾട്ടിമേറ്റ് സംഭവം എന്നുള്ളതാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സാന്ദ്ര സന്തോഷ് ഷെയർ ചെയ്ത ആ ഒരു ഫാക്ട് വളരെ റിലവന്റ് ആണ്. ഗാന്ധിജി എങ്ങനെയാണ് ഇതിനെപ്പറ്റി ഷെയർ ചെയ്യുന്നത്? ധർമ്മരാജ്യം അല്ലെങ്കിൽ രാമരാജ്യം സൃഷ്ടിക്കാനായിട്ട് ധർമ്മയുദ്ധമാണ് ഇവിടെ നടന്നത് അല്ലെ. ഡിസ്കവർ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ധർമ്മയുദ്ധം, റൈറ്റിയസ് സ്ട്രഗിൾ ഫോർ വാർ ഓഫ് ഡ്യൂട്ടി. ദൈവവും പിശാചും, ദൈവമാരാണ് ഇന്ത്യക്കാര്, പിശാച് ആരാണ് ബ്രിട്ടീഷുകാര്. അവർക്കെതിരെ നടക്കുന്ന ധർമ്മയുദ്ധമാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന് ഗാന്ധിജി ഉദ്ഘോഷിച്ചിരുന്നു. യെസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗാന്ധിജിയുടെ തലിസ്മാനാണ്. ഗാന്ധിജിയുടെ തലിസ്മാൻ ദീപക് അത് കൃത്യമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അതായത് തലിസ്മാൻ എന്ന് വെച്ചാൽ എന്താ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ നെയ്ത്തലീം എന്താണ്? നെയ്ത്തലീം ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നെയ്ത്തലീം. അതൊരു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ തത്വചിന്തയിൽ ഒന്നാണ് തലിസ്മാൻ. ഇതൊന്ന് ഓർത്തിരുന്നോണേ. ഇപ്പം നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ബ്യൂറോക്രാറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫ്രെയിംവർക്കിൽ ഒന്നാണ്. അതായത് നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട്, ഏത് തിരഞ്ഞെടുക്കണം. അപ്പൊ നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും പാവപ്പെട്ട ഒരാളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതിനകത്ത് ഏത് ഡിസിഷൻ എടുത്താലാണ് അയാൾക്ക് ബെനിഫിഷ്യൽ ആവുക എന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് ആ ഡിസിഷൻ എടുക്കുക. അതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്.
തലിസ്മാൻ. കാര്യം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ ബ്യൂറോക്രാറ്റ്സ്, ഉദ്യോഗസ്ഥർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്. അവർക്ക് ധാരാളം വിവേചനാധികാരങ്ങൾ, ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മിസ്യൂസ് ചെയ്യാൻ, അത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി ഗാന്ധിജി കൊടുത്തിട്ടുള്ള തലിസ്മാനാണ്. അത് ഏറ്റവും വീക്ക് ആയിട്ടുള്ള വ്യക്തിയെ മനസ്സങ്കല്പിക്കുക, നിങ്ങളുടെ തീരുമാനം അയാളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും, പോസിറ്റീവായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഇവിടെ വളരെ രസകരമായിട്ടുള്ള ചോദ്യം ദൃശ്യ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ച ആരാന്നുള്ള ചോദ്യം സരോജിനി നായിഡു ആണ് കേട്ടോ. ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് മീഡിയ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പത്രങ്ങളും ടി വി ചാനലും ഒക്കെ ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിക്കുമായിരുന്നു. കാര്യം ഗാന്ധിജി ചെവി കുറച്ച് വലുതാണല്ലോ, വളരെ ക്യൂട്ടായിട്ട് ബഹുമാനാർത്ഥമായിട്ട് തന്നെ അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സരോജിനി നായിഡു അത് ഏറ്റെടുത്ത് ഗാന്ധിജിയെ ചോക്ലേറ്റ് കളേർഡ്, ചോക്ലേറ്റിന് നിറമുള്ള മിക്കി മൗസ് എന്ന് സരോജിനി നായിഡു വളരെ, അവർക്കിടയിലുള്ള സൗഹൃദം വളരെ ശക്തമായിരുന്നു. ഗാന്ധിജിക്കും സരോജിനി നായിഡു ഇടയ്ക്കുള്ള സൗഹൃദം, അവരുടെ ലെറ്റേഴ്സ് ഒക്കെ ഭയങ്കര ഇമോഷണൽ ആണ്. ഗാന്ധിജി സരോജിനി നായിഡു അയക്കുന്ന ലെറ്ററിൽ തന്നെ പറയുന്നത്, ഞാൻ മരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ ആയിരിക്കും മരിക്കുക, ബിക്കോസ് നിങ്ങളെ പോലുള്ള കോമറേഡ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. കാര്യം ഇവര് വർഷങ്ങളോളം യർവാദ ജയിലില് ഇവരെല്ലാവരും തടങ്കിൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ വളരെ വലിയൊരു സുഹൃത്ത് ബന്ധം അവർക്കിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് PSC ചോദ്യമാണ് ഇതൊക്കെ, ഞാൻ പറയുന്നത് എല്ലാം PSC ചോദ്യങ്ങൾ തന്നെയാണ്, ശ്രദ്ധിച്ച് കേട്ടോണം. അതുകൊണ്ടുള്ള ചോദ്യമാണ് സരോജിനി നായിഡുവിനെ നൈറ്റിംഗൽ എന്ന് വിളിച്ചത് ആര്? ഗാന്ധിജി തന്നെയാണ്. സരോജിനി നായിഡു അദ്ദേഹത്തിന് പല കത്തിലൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് ചോക്ലേറ്റ് കളേർഡ് മിക്കി മൗസ് എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതേ യർവാദ ജയിലിലാണ് സഞ്ജയ് ദത്തും കിടന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്ന് പറയാൻ ഒരു കൗതുകമായിട്ടുള്ള ഫാക്ടുകളുണ്ട്, കണക്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഫാക്ടുകൾ നിങ്ങൾ നോക്കുക. നമുക്ക് ലാസ്റ്റ് സെക്ഷനിലേക്ക് വരികയാണ്. അതായത് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട കൊട്ടേഷൻ അഞ്ജലി റൈറ്റ് അവേ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് എർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എ മാൻസ് നീഡ് ബട്ട് നോട്ട് ഗ്രീഡ്. എല്ലാ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭൂമിക്ക് പറ്റും, അത്യാഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ കോണ്ടെക്സ്റ്റ്. ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഭാനു നമുക്ക് ഇവിടെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പീസ് വിൽ നോട്ട് കം ഔട്ട് ഓഫ് ക്ലാഷ് ഓഫ് ആർംസ് ബട്ട് ഔട്ട് ഓഫ് ജസ്റ്റ് ലീവ്ഡ് ആൻഡ് ഡൺ ബൈ അൺആർംഡ് നേഷൻസ് ഇൻ ദ ഫേസ് ഓഫ് ഓഡ്സ്. നമുക്ക് വരാൻ വളരെയധികം പ്രോബബിൾ ആണ്, റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അടുത്ത കാലത്ത് PSC വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താ, ഗാന്ധിജി ഒരു പബ്ലിക് ഫംഗ്ഷൻ അല്ലെ, ഒരു പൊതു പരിപാടിയിൽ ഇന്ത്യയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഏതാണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അത് ബനാറസ് ഹിന്ദു സർവകലാശാല ഉദ്ഘാടനമായിരുന്നു 1916. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലിരിക്കുക. ഈ വർഷം എനിക്ക് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, ഞാൻ നോക്കിയിട്ട് കറക്റ്റ് പറയാം. നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ കമന്റ് സെക്ഷൻ ഒന്ന് പറയാം. പെട്ടെന്നൊരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. അഞ്ജന മിസ് കൃത്യമായി പറയുന്നുണ്ട് ഗാന്ധിജിയുടെ മറ്റൊരു കൊട്ടേഷൻ, ജീവിതത്തിലെ ഏറ്റവും വിഷമമേറിയ ഘട്ടത്തിൽ പോലും സ്വയം അടിയറവ് പറയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അതാണ് നമ്മുടെ ശക്തി. ഇത് ഓരോ PSC ആസ്പിറന്റും നെഞ്ചിലേക്ക് ഏറ്റെടുക്കേണ്ടുന്ന കൊട്ടേഷൻ തന്നെയാണ് കേട്ടോ. അത് നിങ്ങളുടെ PSC പഠനത്തിലും ഇത് ഈ ഒരു ഫിലോസഫി ആപ്ലിക്കബിൾ തന്നെയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, passive resistance, non-cooperation, satyagraha is literally holding on truth and it means therefore truth force. Truth is soul or spirit. അല്ലെങ്കിൽ സത്യാഗ്രഹ is truth, truth is God എന്നൊക്കെ പറയുന്നത് ഗാന്ധിജി തന്നെയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി എന്ന് ജെറിൻ പറയുന്നുണ്ട്. നമുക്ക് ഏറ്റവും അധികം PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊന്നാണ് അല്ലേ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളിലേക്കാണ് പോകേണ്ടത്. അതായത് എന്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് ഗാന്ധിജി പറയുന്നത് ഗാന്ധിജിയുടെ കൊട്ടേഷനാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട വർക്ക് PSC വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുള്ളൂ, വിച്ച് മീൻസ് ഇതിനെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് പലർക്കും പറയും. എന്താണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം? ഗാന്ധിജി പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ മാത്രമല്ല, ഉദാഹരണം ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം നേടിത്തരണം എന്നുള്ളത് മാത്രമായിരുന്നില്ല ഗാന്ധിജിയുടെ ലക്ഷ്യം. ഗാന്ധിജിക്കറിയാം നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ല, ഓരോ ഇന്ത്യക്കാരന്റെ കയ്യിലിരിപ്പിന് പ്രശ്നമുണ്ട്. കാര്യം ഇവിടെ അൺടച്ചബിലിറ്റി ഉണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ ഭയങ്കര മോശമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ്: മദ്യനിരോധനം, ഖാദിയുടെ ഉപയോഗം, അൺടച്ചബിലിറ്റി നീക്കുക, കമ്മ്യൂണൽ യൂണിറ്റി, ഇതൊക്കെയാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൽ തരുന്നത്. സോഷ്യോ എക്കണോമിക്കൽ ലിബറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലിബറേഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. രാഷ്ട്രീയപരം എന്ന് വെച്ചാൽ സ്ട്രഗിൾ ഫോർ പവർ, ബ്രിട്ടീഷുകാരെ ചവിട്ടി പുറത്താക്കുക. പക്ഷേ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ട് ഉന്നമനം കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യണം? ഇന്ത്യക്കാരെ പറഞ്ഞ് നന്നാക്കണം.
അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നീ നന്നായിട്ട് പോയി മറ്റുള്ളവർ നന്നാക്കണം എന്ന് പറയില്ലേ, ആ ലൈനാണ് ഗാന്ധിജി ഇവിടെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിനകത്തെ ആദ്യത്തെ പോയിന്റ് എന്താണെന്നുള്ള ചോദ്യമുണ്ട്. അത് കമ്മ്യൂണൽ യൂണിറ്റിയാണ്. കമ്മ്യൂണൽ യൂണിറ്റി, മതസൗഹാർദ്ദം. അപ്പൊ ആ പുസ്തകത്തിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ പോയിന്റ് കമ്മ്യൂണൽ യൂണിറ്റിയാണ്, രണ്ടാമത്തത് അൺടച്ചബിലിറ്റിയുടെ റിമൂവൽ ആണ്, മൂന്നാമത് പ്രൊഹിബിഷൻ, മദ്യനിരോധനം. ഖാദി, ഇന്ന് ഒരു ഇൻസ്റ്റാഗ്രാം ട്രോളിൽ കണ്ടതാണ്, കുടിയന്മാരെ ശ്രദ്ധിക്കുക, 1-ാം തീയതിയാണ് മദ്യനിരോധനമാണ്, 2-ാം തീയതി ഗാന്ധി ജയന്തിയാണ്, അന്നും ഫ്രൈഡേ ആണ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പോസ്റ്റ് കണ്ടിരുന്നു. രസകരമായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതോട് ഷെയർ ചെയ്തത്. ഇതൊക്കെ ഈ ചളിയൊക്കെ അടിക്കുക, നിങ്ങളൊന്നും മറക്കാതിരിക്കണം കേട്ടോ. ഓക്കെ, വില്ലേജ് ഡെവലപ്മെന്റ്, വില്ലേജ് സാനിറ്റേഷൻ, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇത് വളരെ അടിപൊളി പോയിന്റ്, ഈ പോയിന്റ് ഷെയർ ചെയ്ത ഡോക്ടറിന് നന്ദി. പിന്നീട് ഇത് എത്രാമത്തെ ഗാന്ധി ജയന്തിയാണ്? ദൃശ്യം കൃത്യമായി പറയിട്ടും 2024 നമ്മൾ ആഘോഷിക്കുന്നത് 155ാമത്തെ ഗാന്ധി ജയന്തിയാണ്. തേജസ് പറയുന്നത് ശ്രദ്ധിക്കുക, പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്നുള്ള കൊട്ടേഷൻ ആരുടെയാണ്? അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജിയുടെയാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2, 2007 ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ആയി ഒക്ടോബർ 2 പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അന്താരാഷ്ട്ര ദിനമാണ് ഒക്ടോബർ 2. ഇപ്പം ഇന്ത്യക്കാർ മാത്രമല്ല, ലോകം മുഴുവൻ ആഘോഷിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ്, അല്ലെ? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മദിനം ഇന്ന് തന്നെയാണ് കേട്ടോ, ഒക്ടോബർ 2 തന്നെയാണ്. അതൊന്ന് ശ്രദ്ധിച്ചോണേ. ബാപ്പു എന്ന് പറയുന്ന വാക്കിന് ഗുജറാത്തി ഭാഷയിൽ അച്ഛൻ എന്നാണ് അർത്ഥം, ബാപ്പുജി, അല്ലെ? ഫാദർ ഓഫ് ദി നേഷൻ. പിന്നീട് ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ എന്ന് പറഞ്ഞ ഒക്ടോബർ 2 നമ്മൾ ആചരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ഫാക്ട് ആണ് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്? റാങ്ക് മേക്കിംഗ് ആയി എന്ത് ഫാക്ട് ആണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിനകത്ത് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. ബിക്കോസ് ഇതൊരു കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്, അല്ലേ? നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം, അടിപൊളിയായി പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളാവും കേട്ടോ. ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പ്ലേസ് ചെയ്തേക്കാം. നമ്മുടെ അഫോർഡബിൾ കോഴ്സസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിലും കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഈ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു, ബൈ.